എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ മാത്സിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര സമാന്തര ശ്രേണിയും ബീജഗണിതവുമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ അരിത്തമെറ്റിക് സീക്വൻസ്, അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമേ നമുക്കിതിൽ പഠിക്കാനുള്ളതാണ് ഓൾജിബ്രാക് ഫോം, അതായത് ബീജഗണിത രൂപം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസുകളൊക്കെ കണ്ടായിരുന്നു, പലതരത്തിലുള്ള സീക്വൻസുകൾ കണ്ടായിരുന്നു, ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, അങ്ങനെയുള്ള പല സീക്വൻസുകളും കണ്ടായിരുന്നു. ഇപ്പം നമ്മളൊരു അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ഇതാ നോക്കിയേ, 2, 4, 6, 8 എക്സെട്ര ഇങ്ങനെയുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഞാനിവിടെ കൺസിഡർ ചെയ്യുക. നമുക്കറിയാം ഇതിൻ്റെ എന്താണ് കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കും അല്ലേ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള കോമൺ ഡിഫറൻസ് കാണും. അതുപോലെ തന്നെ എന്താണ് അതിനൊരു ഫസ്റ്റ് ടൈം കാണും അല്ലേ. ഇപ്പോൾ ഈ ഒരു സീക്വൻസ് കാണുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്, ഫസ്റ്റ് ടൈമിനെ നമുക്ക് x1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. x1 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, 2 ആണ് ഇല്ലേ. അതുപോലെ തന്നെ സെക്കൻഡ് ടൈമിനെ x2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, 4 ആണ്. x3 എന്ന് പറഞ്ഞിരിക്കുന്നത് 6 ആണ്. മനസ്സിലായല്ലോ. അപ്പം നമുക്കറിയാം ഈ 2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്, 4 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം ആണ്, 6 എന്ന് പറഞ്ഞാൽ തേർഡ് ടേം ആണ്. അങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പം ഈ ഫസ്റ്റ് ടേമിനെ നമ്മളിവിടെ എഫ് വെച്ചും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. എഫ് വെച്ചിട്ട് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് x1 ആണ്, x1നെ നമ്മൾ എഫ് വെച്ചിട്ടും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ക്ലിയർ ആയല്ലോ. അപ്പം ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്, 2 ആണ്. മനസ്സിലായല്ലോ. ഈ 2വിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇങ്ങനെ എഴുതാമല്ലോ, 2 × 1 എന്ന് എഴുതാൻ മേലെ 2വിനെ. ക്ലിയർ ആയല്ലോ. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ടൈം x2 ആണ്. x2 എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എത്രയാണ്, 4 ആണ് വരുന്നത്, 4 ആണ് വരുന്നത്. അപ്പോൾ 4നെ നമുക്ക് എങ്ങനെ എഴുതാം, 2 × 2 എന്ന് എഴുതാമല്ലോ 4നെ. ക്ലിയർ ആയല്ലോ. അടുത്തത് മൂന്നാമത്തെ ടൈം x3 എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എത്രയാണ്, 6 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ 6നെ നമുക്ക് എങ്ങനെ എഴുതാം, 2 × 3 എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ. അതുപോലെ തന്നെ നാലാമത്തെ ടൈം x4 ആണ്. x4 എന്ന് വെച്ചാൽ 8 ആണ് വരുന്നത്. 8നെ നമുക്ക് എങ്ങനെ എഴുതാം, 2 × 4 എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ. അതായത് 2വിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്കിങ്ങനെ എഴുതാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കി എന്തൊക്കെ വന്നിട്ടുണ്ട്, നാച്ചുറൽ 1, 2, 3, 4 അങ്ങനെ നാച്ചുറൽ നമ്പറും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാല്യൂ, അതായത് 2വിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിനെ എഴുതാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ എഴുതി വരുവാണ്. xn വരെ എഴുതുകയെന്ന് വെച്ചാൽ xn, x4, x5, x അങ്ങനെ പോന്നിട്ട് n, അതായത് xn എന്ന് പറയുമ്പോൾ എന്താണ്, nth ടേം വരും അല്ലേ. അപ്പം xnനെ നമുക്ക് ഈ രീതിയിലാണെങ്കിൽ എങ്ങനെ എഴുതാൻ സാധിക്കും, 2വിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാമല്ലോ. അപ്പം എങ്ങനെ എഴുതാം, xn = 2 × ഇതെങ്ങനെ വരും, 4, 5, 6 അങ്ങനെ വന്നിട്ട് പോയിട്ട് n വരെ വരും. അപ്പം 2 × n എന്ന് എഴുതാം ഇല്ലേ. അതായത് xn = 2n എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആയല്ലോ, എഴുതിയിരിക്കുന്നത് മനസ്സിലായല്ലോ. അപ്പം ഈ രീതിയിൽ, അതായത് എക്സിൻ്റെ സ്ഥാനം, അതായത് n പൊസിഷനിലാവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ xn nth ടേം എത്രയായിരിക്കും, 2n ആയിരിക്കും. എങ്ങനെ വന്നപ്പോൾ ദാ ഇവിടെ ഈവൻ നമ്പേഴ്സുകളാണല്ലേ, 2, 4, 6, 8 എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ വന്നു, ഈവൻ നമ്പേഴ്സുകളാണ്. അപ്പോൾ ഈവൻ നമ്പേഴ്സിൻ്റെ ഒരു ശ്രേണി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സീരീസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ nth ടേമിനെ നമ്മൾക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, xn എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. xn എത്രയാണ്, 2 × n ആണ് അല്ലേ, 2n ആണ് xn. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 2n ആണ്. അതായത് എന്നാം പദം ഇല്ലേ, എന്നാം പദം അല്ലെങ്കിൽ nth ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, 2n ആണ്. മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഓഡ് നമ്പർ കൺസിഡർ ചെയ്യുക, 1, 3, 5, 7 എക്സെട്ര ഇങ്ങനെ ഓഡ് നമ്പർ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓഡ് നമ്പർ കൺസിഡർ ചെയ്യാൻ ഇതുപോലെ തന്നെ x1 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, 1 ആണ്, x2 3 ആണ്, x3 5 ആണ്, അങ്ങനെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ തന്നെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ x1നെ നമുക്ക് എങ്ങനെ എഴുതാം, x1 = 1 വരണം. അപ്പോൾ നമ്മൾ ഒരു രീതിയിൽ ഞാൻ എഴുതുവാണ്, 1 വരണമെന്നുണ്ടെങ്കിൽ, അതായത് x1 = 1 ആണ്, ദാറ്റ് = ഞാനിവിടെ എഴുതുവാണ് 2 × 1 - 1 എന്ന് എഴുതി. ശരിയല്ലേ വരുന്നത്, 2 × 1 എന്ന് വെച്ചാൽ 2 ആണ്, 2 - 1 1 തന്നെ വരും. ക്ലിയർ ആയല്ലോ. ദെൻ x2 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്, 3 ആണ് വന്നത് അല്ലേ. അപ്പോൾ 3നെ ഞാനിങ്ങനെ എഴുതുവാണ് 2 × 2 - 1 എഴുതാമല്ലോ. 2 × 2 എന്ന് വെച്ചാൽ എത്രയാണ്, 4 ആണ്. 4 - 1 എത്രയാണ്, 3 ആണ് വരുന്നത്. ശരിയല്ലേ. ദെൻ x3 നമുക്ക് 5 ആണ് വരുന്നത്. അപ്പം ഞാൻ എഴുതുവാണ് 2 × 3 - 1 എന്ന് എഴുതി. 6 - 1 വരും, 5 വരും ഇല്ലേ. x4നെ എങ്ങനെ എഴുതാം, 7 ആണ് വരുന്നത്. ദാറ്റ് ഈസ് 2 × 4 - 1 എന്ന് എഴുതി. ക്ലിയർ ആയല്ലോ. അപ്പം അങ്ങനെ വന്നിട്ട് ഞാൻ xn എഴുതുവാന്ന് വിചാരിച്ചു. ഇവിടെയൊക്കെ എഴുതിയിരിക്കുന്ന പ്രത്യേകതകൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, 2വിൻ്റെ മൾട്ടിപ്പിൾ വന്നിട്ടുണ്ട്, 2 × നാച്ചുറൽ നമ്പേഴ്സ് ഇല്ല, അതിൽ നിന്ന് 1 കുറയ്ക്കുവാണ് ചെയ്തത്.
മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? എക്സ് എൻ എങ്ങനെ എഴുതാൻ സാധിക്കും? 2 ഇൻറ്റു നാച്ചുറൽ നമ്പറിനെ നമ്മൾ n വെച്ച് റെപ്രസെന്റ് അപ് ടു n വരെയല്ല, അപ്പം n വരെ റെപ്രസെന്റ് ചെയ്തു. എങ്ങനെ എഴുതാം? -1 അല്ലേ? അപ്പം എക്സ് എൻ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതി? 2n - 1 എന്ന് എഴുതി. എന്താണ് ഇവിടുത്തെ കണ്ടീഷൻ എന്ന് അതായത് അല്ലെങ്കിൽ ഏത് കേസിലാണ്? ഓഡ് നമ്പേഴ്സിന്റെ കേസിൽ. ഓഡ് നമ്പേഴ്സിന്റെ സീരീസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ടൈമിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് എൻ ഈസ് ഈക്വൽ ടു 2n - 1 എന്ന് എഴുതാം. ഇനി ഈവൻ നമ്പർ ആവുകയാണെങ്കിൽ എക്സ് എൻ ഈസ് ഈക്വൽ ടു എന്താണ്? 2n ആണ്. ക്ലിയർ ആയല്ലോ? അപ്പം ഈ ഒരു സീക്വൻസ്, ഈ രണ്ട് സീക്വൻസ് കണ്ടില്ലേ? 2 4 6 8 അതുപോലെ 1 3 5 7. അപ്പൊ ഈ ഒരു സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. എക്സ് എൻ ഈസ് ഈക്വൽ ടു 2n അല്ലെങ്കിൽ എക്സ് എൻ ഈസ് ഈക്വൽ ടു എന്താണ്? 2n - 1. ഓൾജിബ്രായിക് ഫോം ഓഫ് എന്താണ്? ഈ ഒരു സീക്വൻസ് 1 3 5 7 ആ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, ആ ഒരു സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? ജനറൽ ഫോം എങ്ങനെയായിട്ട് വരും? എക്സ് എൻ ഈസ് ഈക്വൽ ടു 2n - 1 വരും. ക്ലിയർ ആയാലോ? ഇപ്പം അതുപോലെ തന്നെ ഈവൻ നമ്പർ ആവുകയാണെങ്കിൽ ഇതാണ് വരുന്നത്. നമ്മളിപ്പം എന്നിന്റെ സ്ഥാനത്ത് ഏതൊരു വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ആ പൊസിഷനുള്ള വാല്യൂ നമുക്ക് കിട്ടും. ഇപ്പൊ 4th പൊസിഷൻ വരെയല്ലേ ഇവിടെ അറിയത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞേ? ഇപ്പൊ 10th പൊസിഷനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എക്സിന്റെ സ്ഥാനത്ത് 10 ഇട്ട് കൊടുക്കുക. അപ്പം എക്സ് 10 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 10 എന്ന് വരും. അതായത് 20 ആയിരിക്കും 10th ടേം എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം അങ്ങനെയാണ് നമ്മൾ ഇത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ പറയുന്നതാണ് ഓൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം എന്ന് പറയും. മനസ്സിലായല്ലോ? ഇനി അപ്പൊ നമ്മൾ കണ്ടു ഇല്ലേ? ഓഡ് നമ്പർ ആവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈവൻ നമ്പർ ആവുകയാണെങ്കിൽ എക്സ് എൻ ഈസ് ഈക്വൽ ടു 2n ആണെന്ന് കണ്ടു. ഓഡ് നമ്പർ ആവുകയാണെങ്കിൽ എക്സ് എൻ ഈസ് ഈക്വൽ ടു n ആണ്, 2n - 1 ആണെന്നും കണ്ടു. ക്ലിയർ ആയല്ലോ? അപ്പൊ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ x1 ആണെന്ന് പറഞ്ഞു. ഫസ്റ്റ് ടേമിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എഫ് വെച്ച് റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു. ക്ലിയർ ആയല്ലോ? നമ്മളൊരു സീക്വൻസ് നമ്മൾ എഴുതാം. നമ്മൾ മുമ്പേ കണ്ടോ 2 4 6 8 ഇങ്ങനെ ഒരു സീക്വൻസ് എഴുതുവാന്ന് വിചാരിച്ചു. നമുക്കറിയാം ഈ ഫസ്റ്റ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് സെക്കൻഡ് ടേം കിട്ടുന്നത്. ശരിയല്ല? അപ്പൊ നമുക്ക് ഈ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ x2 ആണ്. x2നെ നമുക്ക് എങ്ങനെ എഴുതാം? x2 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ഏതാണ്? ഫസ്റ്റ് ടേം എഫ് ആണല്ലോ. അപ്പൊ എഫിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ടേം കിട്ടും. ക്ലിയർ ആയല്ലോ? ദെൻ അങ്ങനെയാണെങ്കിൽ x3 എങ്ങനെ കിട്ടും? ഫസ്റ്റ് ടേമിന്റെ കൂട്ടത്തിൽ 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ അല്ലെ, 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് തേർഡ് ടേം കിട്ടും. 4th ടേം എങ്ങനെയാണ് കിട്ടുന്നത്? ഫസ്റ്റ് ടേമിന്റെ കൂട്ടത്തിൽ 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ഇല്ലേ, അങ്ങനെ ആഡ് ചെയ്യുമ്പോഴാണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ എക്സ് എൻ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാൻ സാധിക്കും? 5th ടേമിന്റെ കൂട്ടത്തിൽ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? ഇതാ ഇവിടെ നോക്കി, ഇവിടെ 4 ആണ്, അപ്പൊ 3 വന്നു. അതായത് n - 1 അല്ലേ, n - 1 ടൈംസ് ഡി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് nth ടേം കിട്ടുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അതായത് ഇപ്പം x4 കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ x1ന്റെ കൂട്ടത്തിൽ 3d ആഡ് ചെയ്യുക നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. അത് തന്നെയാണ് സംഭവം. അതിന്റെ ഇക്വേഷൻ ആണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. എക്സ് എൻ ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് n - 1 ഇൻറ്റു ഡി. അതായത് എഫ് എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും. ക്ലിയർ ആവുന്നുണ്ടാവും? ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഇത്രാമത്തെ ടേം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പം ഇതും ഓൾജിബ്രായിക് ഫോം ആണ് കേട്ടോ, ജനറൽ ആയിട്ടുള്ള ഓൾജിബ്രായിക് ഫോം ആണ്. മനസ്സിലായല്ലോ? ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ ഈ ഇക്വേഷൻ ആയിരിക്കും, ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യും. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അതായത് എക്സ് എൻ ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് ഇതിനെ ഞാൻ n - 1 ഇൻറ്റു ഡി അല്ലേ, ഈ ഡീനെ ഈ n - 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എങ്ങനെ വരും? എൻ ഡി എന്ന് വരും, എൻ ഡി മൈനസ് ഡി എന്ന് വരും. ഓർ എക്സ് എൻ ഈസ് ഈക്വൽ ടു ഈ എൻ ഡി എന്നുള്ളത് ഞാൻ ആദ്യമേ എഴുതുക, അതായത് ഡി എൻ എന്ന് എഴുതുക, ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഇതായിരിക്കും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് എ ഓൾജിബ്രായിക് ഫോം കേട്ടോ. ഓൾജിബ്രായിക് ഫോം ആണ്, ജനറൽ ഫോം കേട്ടോ. ഓൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ ജനറൽ ഫോം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഇനി ഇച്ചിരൂടെ ഇതിനെ ഒന്ന് ചെറുതാക്കിയിട്ട് വേറൊരു ഇക്വേഷൻ കൂടെ ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട് കേട്ടോ. ആ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എന്ന് വെച്ചാൽ കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കും? ഒരു സംഖ്യ ആയിരിക്കുമല്ലോ വരുന്നത്. മനസ്സിലായില്ല? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സംഖ്യ ആയിരിക്കും വരുന്നത്, ഒരു നമ്പർ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഡി ഈസ് ഈക്വൽ ടു എ എന്ന് കൊടുക്കുക. എ എന്ന് വെച്ചാൽ ഒരു നമ്പറാണ്. അതുപോലെ തന്നെ ഈ എഫ് മൈനസ് ഡി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഖ്യ ആയിരിക്കുമല്ലോ വരുന്നത്. എഫ് ഒരു വാല്യൂ ആണ്, ഡി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഖ്യയാണ്. അപ്പം ഒരു സംഖ്യ മറ്റൊരു സംഖ്യ കൊടുത്താൽ പർട്ടിക്കുലർ വാല്യൂ ആയിരിക്കുമല്ലോ അവിടെ കിട്ടുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നിശ്ചിത സംഖ്യ എന്ന് പറയാം ഇല്ലേ. ഡി എന്ന് വെച്ചാൽ ഒരു നിശ്ചിത സംഖ്യയാണ്. എഫ് മൈനസ് ഡി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു നിശ്ചിത സംഖ്യയാണ്. അതുകൊണ്ട് ആ എഫ് മൈനസ് ഡിനെ ഞാൻ ബി വെച്ചിട്ടും റെപ്രസെന്റ് ചെയ്യുക.
ക്ലിയർ ആയല്ല, ബി വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡിക്ക് പകരം എന്ത് കൊടുക്കാം? എ കൊടുക്കാം, എ എന്ന് കൊടുക്കാം. പിന്നെ എൻ ഉണ്ട് പ്ലസ് എഫ് മൈനസ് ഡിക്ക് പകരം നമുക്ക് ബി എന്നും കൊടുക്കാം. ഈ ഒരു എന്താണ് ഇക്വേഷൻ ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഏതൊരു സമാന്തര ശ്രേണിയുടെയും ബീജഗണിത രൂപം അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസിന്റെ എന്താണ് ഓൾജിബ്രായിക് ഫോം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഇക്വേഷൻ ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാം, ഏത് ഇക്വേഷൻ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതാ ഈ രണ്ട് ഇക്വേഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി, ഇതൊരു ഇക്വേഷൻ ആണ്. ഞാൻ അതിനെ ഒന്നുകൂടെ റീഅറേഞ്ച് എഴുതിയതാണ് എ എൻ പ്ലസ് ബി എന്ന് പറഞ്ഞിരിക്കുന്നത്. വേർ എ ഈസ് ഈക്വൽ ടു ഡി ആണ്, ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എഫ് മൈനസ് ഡി ആണ്. അപ്പം ഈ ഏത് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഓൾജിബ്രായിക് ഫോം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ക്ലിയർ ആയാലോ? അപ്പൊ ഏത് ഇക്വേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം അതനുസരിച്ച് ചെയ്യണം. ക്ലിയർ ആയാലോ? എയും ബി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സ്ഥിരസംഖ്യയാണ്, അതുകൊണ്ട് നമ്മൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്നുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇച്ചിരി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരു ക്വസ്റ്റ്യൻ നോക്കാവേ. ക്വസ്റ്റ്യൻ ഇതാണ് 12, 23, 34 എക്സെട്ര. മനസ്സിലായല്ലോ? ഓൾജിബ്രായിക് ഫോം ഈ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതിന്റെ ഓൾജിബ്രായിക് ഫോം എഴുതാൻ പറഞ്ഞു. നമുക്കറിയാം ഫസ്റ്റ് ടേം ഏതാണ്? 12 ആണ് അല്ലേ? കോമൺ ഡിഫറൻസ് ഏതാണ്? ഡി ഈസ് ഈക്വൽ ടു 23 മൈനസ് 12, അതായത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഇല്ലേ? അപ്പൊ എത്രയാണ് വരുന്നത്? 23 മൈനസ് 12 എന്ന് വരുമ്പോൾ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് 11 വന്നു. മനസ്സിലായല്ലോ? ഇനി നമ്മുടെ ഇക്വേഷൻ ഏതാണ്? എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ അല്ലേ? എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്ന ഇക്വേഷൻ കേട്ടോ. ഞാൻ ഇവിടെ എടുത്തു. then സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് 11 ആണ്, എൻ പ്ലസ് എഫ് മൈനസ് ഡി ഇല്ലേ? എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആണ് അല്ലേ? 12 മൈനസ് ഡി എന്ന് വെച്ചാൽ 11 ആണ് വരുന്നത്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 11n പ്ലസ് 1 എന്ന് വന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഓൾജിബ്രായിക് ഫോം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്, ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം നമുക്ക് ഇവിടെ കിട്ടിയല്ലോ. എന്താണ്? 11x പ്ലസ് 1. ക്ലിയർ ആയല്ലോ? ഈ മറ്റേ ഇക്വേഷൻ ഉപയോഗിച്ചും ചെയ്താലും ഇത് തന്നെയുള്ള വരത്തുള്ളൂ. അതായത് എക്സ് എൻ ഈസ് ഈക്വൽ ടു ഏതാണ്? എ എൻ പ്ലസ് ബി ഇക്വേഷൻ ഉണ്ടല്ലോ. നമുക്കറിയാം എ എന്ന് വെച്ചാൽ ഏതാണ്? ഡി ആണ്. ഡി ഇവിടെ 11 ആണ് കിട്ടിയത്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് മൈനസ് ഡി ആണ്. എഫ് എന്ന് പറഞ്ഞാൽ 12 ആണ്, ഡി 11 ആണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. ഇനി നമ്മൾ ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എക്സ് എൻ ഈസ് ഈക്വൽ ടു എയുടെ സ്ഥാനത്ത് 11 ആണ് വരുന്നത്, 11n പ്ലസ് ബിയുടെ സ്ഥാനത്ത് 1 ആണ് വരുന്നത്. അപ്പം ഏത് മെത്തേഡ് വേണമെങ്കിലും അഡോപ്റ്റ് ചെയ്യാം. അപ്പോൾ ഓൾജിബ്രായിക് ഫോം ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാമേ. നോക്കിയേ 1/4, then 3/4, then അടുത്ത് വരുന്നത് 1 and 1/4, then അടുത്ത് 1 and 3/4 എക്സെട്ര. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതിന്റെ ഓൾജിബ്രായിക് ഫോം നമ്മൾ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 1/4 ആണ് അല്ലേ? ഡി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഡി ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അതായത് 3/4 മൈനസ് ഫസ്റ്റ് ടേം വന്നു. ക്ലിയർ ആയല്ലോ? അപ്പം ഡിനോമിനേറ്റർ ഒരുപോലെയാണ്. അപ്പം ന്യൂമറേറ്റർ നമ്മൾ ചെയ്ത് വെച്ചാൽ മതി. അപ്പം 3 - 1 വരും, 2/4 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. കോമൺ ഡിഫറൻസ് 1/2 കിട്ടി. അപ്പൊ ഞാൻ എന്താ അടുത്ത നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഓൾജിബ്രായിക് ഫോമിൽ ഇക്വേഷൻ ഉപയോഗിക്കുവാണ്. എക്സ് എൻ ഈസ് ഈക്വൽ ടു, ഞാൻ ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ, ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി, മറ്റേതാണേലും മതി. ദെൻ ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 വന്നു. അപ്പൊ 1/2 എൻ പ്ലസ് എഫ് എത്രയാണ്? 1/4 ആണ്, മൈനസ് ഡി എത്രയാണ്? 1/2 ആണ് വരുന്നത്. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 എൻ പ്ലസ്, പിന്നെ ഇവിടെ ചെയ്യും, ഇവിടെ എന്താണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. ഒന്നുകിൽ എൽ സി ഒരുപോലെ ആക്കി ചെയ്യുക, ഒന്നുകിൽ ഡിനോമിനേറ്റർ ഒരുപോലെ ആക്കി ചെയ്യുക, എൽ സിയും എടുത്ത് ചെയ്യുക എന്നുള്ളത്. അല്ലെങ്കിൽ എന്താണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ചെയ്യാം. ഇതാ നോക്കുക, ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. 2 മൈനസ് ഇതാ ഇങ്ങോട്ട് വരും, 4/8 ആണ് വരുന്നത്. ഇതറിയാലോ അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ. ജനറൽ ഫോം ഇതാണ് കേട്ടോ, a/b പ്ലസ് c/d എന്ന് വെച്ചാൽ അതാണ്. ഇതാ ഇങ്ങനെ കുടിക്കും, അതായത് AD പ്ലസ് BC ഡിവൈഡ് ബൈ BD. ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 എൻ പ്ലസ് ഇവിടെ എന്താണ് വരുന്നത്? -2 വരും, -2 ഡിവൈഡ് ബൈ 8 എന്ന് വരും അല്ലേ? അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 എൻ പ്ലസ് ഇവിടെ എന്താണ് -1/4 എന്ന് വരും. 2ഉം 8ഉം കൂടെ ചെയ്യാലോ. ക്ലിയർ ആയല്ലോ? അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 എൻ. ഇതാ ഇവിടെ ഒരു പ്ലസും മൈനസും ഉണ്ട്, നമ്മൾ വരുമ്പോൾ എന്ത് വരും? മൈനസ് ആവും, -1/4 എന്ന് വരും.
മനസ്സിലായല്ലോ? അപ്പൊ എത്രയാണ് ഇവിടെ ആൻസർ കിട്ടിയത്? അതായത് ഓൾജിബ്രായിക് ഫോം xn ഈസ് ഈക്വൽ ടു എന്ത് വന്നു? 1/2 n മൈനസ് 1/4 എന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത് മനസ്സിലായല്ലോ എങ്ങനെയാ ചെയ്യുന്നെന്നുള്ളത്. അങ്ങനെയാവുകയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 63 കേട്ടോ. പേജ് നമ്പർ 63യിലുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ ഓൾജിബ്രായിക് ഫോം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് ഗിവൺ ബിലോ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്, അതിന്റെ ഓൾജിബ്രായിക് ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം. 1 ഇതാണ് 1, 6, 11, 16 എക്സെട്ര അല്ലേ? അപ്പൊ എന്താണ്? എഫ് എന്ന് പറഞ്ഞിരിക്കുന്ന 1 ആണ്. ഡി എന്ത് വരും? 6 മൈനസ് 1 വരും, അതായത് 5 വരും. ഡിയുടെ വാല്യൂ 5 വന്നു. നമ്മുടെ ഇക്വേഷൻ ഓൾജിബ്രായിക് ഫോം എന്ന് വെച്ചാൽ xn ഈസ് ഈക്വൽ ടു അതാണ് dn പ്ലസ് എഫ് മൈനസ് ഡി കേട്ടോ. dn പ്ലസ് എഫ് മൈനസ് ഡി എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ. ദെൻ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡി എന്ന് വെച്ചാൽ എത്രയാണ്? 5 ആണ്. എൻ പ്ലസ് എഫ് എന്ന് വെച്ചാൽ എത്രയാണ്? 1 ആണ്. 1 മൈനസ് 5, ഡി 5 അല്ലേ വന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 5n പ്ലസ് ഇവിടെ എത്ര വരും? -4 വരും ഇല്ലേ? 1 മൈനസ് 5 അല്ലേ? -4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5n മൈനസ് 4 വരും. അതായത് xn കേട്ടോ. xn ഓൾജിബ്രായിക് ഫോം ഓഫ് ദിസ് സീക്വൻസ് 1, 6, 11, 16 ആ സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം എത്രയാണ്? 5n മൈനസ് 4 ആണ്. മനസ്സിലായല്ലോ? അടുത്തത് നമുക്ക് നോക്കാം. സെക്കൻഡ് വൺ അതാണ് 2, 7, 12, 17 എക്സെട്ര ഇങ്ങനെ പോകും കേട്ടോ. അപ്പം എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് 2 ആണ്. ഡി എത്രയാണ്? 7 മൈനസ് 2 വരും, അതായത് 5 വരും അല്ലേ? ഇക്വേഷൻ എഴുതോട്ടെ. ഓൾജിബ്രായിക് ഫോം xn ഈസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. ഇക്വേഷൻ എപ്പോഴും എഴുതിയിരിക്കണേ. ദെൻ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 5 ആണ്. 5n പ്ലസ് എഫ് എത്രയാണ്? 2 ആണ്. 2 മൈനസ് 5 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 5n പ്ലസ് എത്ര വരും? -3 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5n മൈനസ് 3 ഓൾജിബ്രായിക് ഫോം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ഒരു ഇക്വേഷൻ ആണെന്നാണ്. ഈ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് എന്നിന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ ഇപ്പൊ ഇത്രാമത്തെ ടൈം കണ്ടുപിടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ക്വസ്റ്റൻ ആയിട്ട് ഈ ഒരു ഇങ്ങനെ xn ഈക്വൽ ടു 5n മൈനസ് 3 എന്ന് പറഞ്ഞിരിക്കുക. എന്നിട്ട് തന്നിട്ട് ഇത്രാമത്തെ ടൈം അല്ലെങ്കിൽ 10ാമത്തെ ടൈം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ വെച്ചാൽ മതി? എന്നിന്റെ സ്ഥാനത്ത് 10 ഇട്ട് കൊടുത്ത് വെച്ചാൽ മതി. അപ്പം 10th ടൈം കിട്ടും. അതായത് ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ 10th ടൈം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്നിന്റെ സ്ഥാനത്ത് വാല്യൂ ഇട്ട് കൊടുത്ത് വെച്ചാലും മതി. മനസ്സിലായല്ലോ? then അടുത്ത തേർഡ് വൺ ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. 21, 32, 43, 54 എക്സെട്ര. അപ്പൊ ഇവിടെ നമുക്ക് എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 21 ആണ്. ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് 32 മൈനസ് 21 ആണ് ഡി എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ എത്ര വരും? 11 വരും ഇല്ലേ? 11 വരും. ദെൻ ഇക്വേഷൻ എഴുതുക. xn ഈസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി അല്ലേ? ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡി 11 ആണ്. 11n പ്ലസ് എഫ് എന്ന് വെച്ചാൽ 21 ആണ് മൈനസ് 11. ദാറ്റ് ഈസ് ഈക്വൽ ടു 11n 21 മൈനസ് 11 എന്ന് പറയുമ്പോൾ 10 വരും. മനസ്സിലായല്ലോ? അപ്പോൾ ദാറ്റ് ഈസ് ആൻസർ. xn ഈസ് ഈക്വൽ ടു 11n പ്ലസ് 10. then അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് വൺ കേട്ടോ. 19, 28, 37 കേട്ടോ എക്സെട്ര എന്നാണ് പോയിരിക്കുന്നത്. അപ്പം എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 19 ആണ്. ഡി എത്രയാണ്? 28 മൈനസ് 19 എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 9 വരും ഇല്ലേ? ഡിയുടെ വാല്യൂ 9 വന്നു. ഇക്വേഷൻ കൊടുക്കുക. xn ഈസ് ഈക്വൽ ടു അതാണ് dn പ്ലസ് എഫ് മൈനസ് ഡി. ഡി എത്രയാണ്? 9 ആണ്. 9n പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ 19 ആണ്. 19 മൈനസ് 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 9n എത്ര വരും? 19 മൈനസ് 9 വരുമ്പോൾ 10 വരും അല്ലേ? അപ്പം xn ഓൾജിബ്രായിക് ഫോം കിട്ടി. 9n പ്ലസ് 10 ആണ്. മനസ്സിലായല്ലോ? then അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് വൺ കേട്ടോ. എന്താണ്? 1, 1.5, 2, 2.5 എക്സെട്ര അങ്ങനെ പോകുന്നു. അപ്പൊ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് 1 ആണ്. കോമൺ ഡിഫറൻസ് 1.5 ആണ്. 1.5 എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം കേട്ടോ, അല്ലെങ്കിൽ അതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടല്ല കിടക്കുന്നത്. അപ്പോൾ നോർമൽ രീതി ഫ്രാക്ഷൻ ആയിട്ട് എഴുതിയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇത് മനസ്സിലാവും. 1.5 ആണ്. 1.5 എന്ന് കുറച്ചാൽ എത്രയാണ് വരുന്നത്? അരയല്ലേ വരത്തുള്ളൂ. അതായത് 1/2 ആണ് വരുന്നത്. മനസ്സിലായല്ലോ? അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡിയുടെ വാല്യൂ ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് കിടക്കുവാണ്. അപ്പൊ എത്രയാണ് വരുന്നത്? 3/2 എന്ന് വരും അല്ലെ? 3/2 എന്ന് വരും. ഡിയുടെ വാല്യൂ 3/2 മൈനസ് 1 എന്ന് എടുക്കുക. അതായത് 1 and 1/2 എന്ന് വെച്ചാൽ 3/2 ആണ് വരുന്നത്. അപ്പൊ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ ചെയ്യുന്നത്? 3/2 എന്ന് പറയുമ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 3 മൈനസ് 2 ഡിവൈഡ് ബൈ
ഇവിടെ ഡിവൈഡ് ബൈ 1 അല്ലേ കിടക്കുന്നത്, അപ്പം 2 തന്നെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ വരും 1/2 എന്ന് വരും. ഡിയുടെ വാല്യൂ 1/2. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ 1 കുറച്ചാൽ അറിയാണ് കിട്ടുന്ന ആ ഒരു കൺസെപ്റ്റ് എടുത്താലും മതി. ഇനി നമ്മുടെ ഇക്വേഷൻ ഏതാണ്? എക്സ് എൻ അല്ലേ? എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ആണ്. ഡി എന്ന് വെച്ചാൽ 1/2 ആണ്. 1/2 എൻ പ്ലസ് എഫ് എത്രയാണ്? 1 ആണ്. 1 മൈനസ് 1/2. മനസ്സിലായല്ലോ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 എൻ പ്ലസ് ഇവിടെ നമുക്ക് ചെയ്യാം. ഇവിടെ 1 ആണ്, അപ്പം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 2 മൈനസ് 1/2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡ് എക്സ് എൻ ആണ് കിടക്കുന്നത്. അപ്പം 1/2 എൻ പ്ലസ് ഇത് വരും 1/2 എന്ന് തന്നെ വരും ഇല്ലേ? 1/2 എൻ പ്ലസ് 1/2. ഇതിനൊന്നുകൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 1/2 രണ്ട് സ്ഥലത്തും കോമൺ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ 1/2 ഇൻറ്റു ഇവിടെ എൻ ഉണ്ട് പ്ലസ് 1 എന്ന് എഴുതാം. എക്സ് എൻ ഈസ് ഈക്വൽ ടു ഓൾജിബ്രായിക് ഫോം 1/2 ഇൻറ്റു എൻ പ്ലസ് 1. മനസ്സിലായല്ലോ? ഇത് 5th ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? 4th അല്ല, ഇത് 5th ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം നമുക്കിനി അടുത്തത് 6th ക്വസ്റ്റ്യൻ നോക്കാം. 6th വൺ കേട്ടോ. എന്താണ്? 1/6, 1/3, 1/2 എക്സെട്ര. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1/6 ആണ്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. 1/3 മൈനസ് 1/6 ദാറ്റ് ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ഒരുപോലെ ആക്കുക കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പം 6 മൈനസ് 3 ഡിവൈഡ് ബൈ 6 18 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/18. 3/18 വരും. 3/18 എന്ന് വെച്ചാൽ എത്രയാണ്? 6 3 18 അല്ലേ? അപ്പം 1/6 എന്ന് വരും അല്ലേ? ക്യാൻസൽ ചെയ്യാം. 1/6 എന്ന് വരും. അപ്പം ഫസ്റ്റ് ടൈം 1/6 ആണ്. കോമൺ ഡിഫറൻസും 1/6 എന്ന് വന്നു. ഇക്വേഷനിലേക്ക് കൊടുക്കാം. എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി 1/6 ആണ്. 1/6 എൻ പ്ലസ് എഫ് എത്രയാണ്? 1/6 ആണ്. ഡി എന്ന് പറഞ്ഞിരിക്കുന്നു 1/6 ആണ്. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6 എൻ പ്ലസ് ഇവിടെ എത്ര വരും? 1/6 മൈനസ് 1/6 ക്യാൻസൽ ആയി പോവല്ലോ, 0 വരും ഇല്ലേ? അപ്പം ഓൾജിബ്രായിക് ഫോം എങ്ങനെയാണ്? n/6 എന്ന് വരും. n/6 അല്ലെങ്കിൽ 1/6 n അല്ലെങ്കിൽ n/6. ക്ലിയർ ആയല്ലോ? അപ്പം ഓൾജിബ്രായിക് ഫോമിന്റെ ഇക്വേഷൻ കണ്ടു. ഏതാണ്? ഒന്നുകിൽ ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഏതാണ് മറ്റേ ഇക്വേഷൻ? എക്സ് എൻ ഈസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി. എ എൻ പ്ലസ് ബി ആകുമ്പം എ എന്ന് വെച്ചാൽ ഡി ആണെന്ന് ഓർക്കുക. ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എഫ് മൈനസ് ഡി. ക്ലിയർ ആയല്ലോ? അപ്പം ഇനി ഓൾജിബ്രായിക് ഫോം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ തന്നെ ചെയ്യണം കേട്ടോ. ഇക്വേഷൻ ഒക്കെ എഴുതിയിരിക്കണം, തന്നിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ എഴുതിയിരിക്കണം. ഓക്കെ ആണല്ലോ? ഈ ഒരു ആദ്യ ഭാഗം നമുക്ക് മനസ്സിലായല്ലോ? ഓൾജിബ്രായിക് ഫോം കേട്ടോ. ഓൾജിബ്രായിക് ഫോം ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോമിന്റെ ജനറൽ ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടത്. എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. അല്ലാന്നുണ്ടെങ്കിൽ എക്സ് എൻ ഈസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി. അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. ചെയ്ത് തന്നെ നോക്കുക കേട്ടോ. അപ്പോൾ ഇനിയും ക്വസ്റ്റ്യൻസുകളുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. ഏറ്റവും എളുപ്പമായിട്ടുള്ള മെത്തേഡിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ പഠിക്കുക, എഴുതിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്